Hi friends, welcome to Aachi scookworld. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു മാവ് വെച്ചിട്ട് 3 തരം പിസ്സയാണ്. ഒന്ന് ചിക്കൻ പിസ്സ, ബീഫ് പിസ്സ, മുട്ട പിസ്സ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, കാരണം ആകെ ഇതിൽ ഇൻഗ്രീഡിയൻസ് വ്യത്യസ്തമായി വരുന്നത് ചിക്കനും ബീഫും മുട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. ആദ്യം പിസ്സ ഡൗ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 100 ml ചെറു ചൂട് വെള്ളം, കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടെന്ന് അറിഞ്ഞാൽ മതി, അതുപോലുള്ള അത്ര ചൂടുള്ള വെള്ളം, അതായത് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈസ്റ്റ് നല്ല രീതിയിൽ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗ തയ്യാറാക്കാൻ ഞാനിവിടെ 3 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദാമാവിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മാവിൽ ആവശ്യമുള്ള അത്ര ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പും മൈദാമാവും കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും വെള്ളവും കൂടെ ഉള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതിനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു പക്ഷേ നിങ്ങളിത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഡീഷണൽ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒരു സോഫ്റ്റ് ഡൗ തയ്യാറാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഡൗ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ തയ്യാറാക്കിയെടുക്കുക. ഇനി ഇതിൽ ഞാൻ പാത്രത്തിലും ആ മാവിലും ഞാൻ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ചിക്കൻ ഞാനൊരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിന് ആവശ്യമുള്ള അത്ര ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കുന്നത് ആ മസാല നല്ല രീതിയിൽ ഒന്ന് ഇതിൽ മിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീഫും നമുക്ക് അതേപോലെ തന്നെ അതിനാവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ ബീഫ് ഒന്ന് കുക്കറിലിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കാം. ഇനി ബീഫും ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ചൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇല്ല, എണ്ണ ഒഴിക്കാതെയും ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് ഇങ്ങനെ കൊച്ചു പീസാക്കി വെക്കുക. ഇനി മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഞാൻ ക്യാപ്സിക്കവും തക്കാളിയും സവാളയും വട്ടത്തിന് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി ഇത് പിസ്സ സോസ്, ഞാൻ തന്നെ തയ്യാറാക്കിയ പിസ്സ സോസാണിത്. പിസ്സ സോസ് ഇല്ലാത്തവർക്ക് കെച്ചപ്പ്, സാധാ കെച്ചപ്പ് യൂസ് ചെയ്താലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് മോസറല്ല ചീസാണ്. മോസറല്ല ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് സോസ് തയ്യാറാക്കിയിട്ട് ആ വൈറ്റ് സോസ് യൂസ് ചെയ്താലും മതിയാവും. എനിക്കിതിപ്പോൾ രണ്ടും അവൈലബിൾ ആയതുകൊണ്ട് ഞാനത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ ഒന്നൊന്ന് കുഴച്ചെടുത്തിട്ട് ഇത് 3 ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പോർഷൻ, 3 ഒരേ ഈക്വലായിട്ടുള്ള ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ നല്ല രീതിയിൽ ഫ്രൈ പാനിലൊന്ന് തടവിയെടുക്കാം. അതിലേക്ക് നമ്മളുടെ ഒരു മാവിൻ്റെ ഒരു ബോൾ വെച്ചെടുത്ത് നല്ല രീതിയിൽ കൈ വെച്ച് പരത്തി കൊടുക്കാം. ആ ഫ്രൈ പാൻ നിറഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് കൈ വെച്ച് പരത്തി എടുക്കണം.
ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ കെച്ചപ്പേ ഉള്ളെങ്കിൽ കെച്ചപ്പും തേച്ച് കൊടുത്താൽ മതിയാവും. ആ കെച്ചപ്പ് തേക്കുമ്പോൾ ഓർക്കുക, കെച്ചപ്പിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ പിസ്സ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് സോസ് ഉള്ളവർക്ക് വൈറ്റ് സോസ് ഇതിന് മുകളിൽ തന്നെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട്, അതായത് ഞാനിവിടെ ആദ്യം ക്യാപ്സിക്കത്തിൻ്റെ ഒരു ലെയറാണ് വയ്ക്കുന്നത്. ക്യാപ്സിക്കം ഞാൻ വട്ടത്തിന് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു വയ്ക്കാം. ഇനി ഇതിൽ ഞാൻ സവാള ഇതേപോലെ സർക്കിൾ ഷേപ്പിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് തക്കാളി വെച്ച് കൊടുക്കാം. അടുത്തൊരു ലെയർ തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. തക്കാളി കുറച്ച് മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് മോസറല്ല ചീസോ അല്ലെങ്കിൽ വൈറ്റ് സോസോ ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ വേറൊരു തവ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തവയുടെ മുകളിലോട്ട് നമ്മൾ ഈ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് കുക്കായെന്ന് അറിയാനായിട്ട് അടിഭാഗം നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടും. അപ്പോഴും നമുക്കറിയാം ഇത് കുക്കായിട്ടുണ്ടാകും. അപ്പം നല്ല ചീസിൻ്റെയും ചിക്കൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. എൻ്റെ പിസ്സ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനി സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. അപ്പം ഞാനിത് ഒന്ന് പതുക്കെ സൂക്ഷിച്ച് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ എൻ്റെ ചിക്കൻ പിസ്സ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബീഫ് പിസ്സയും തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു ഫ്രൈ പാനിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പോർഷൻ ബോൾ എടുത്ത് മാവ് നല്ല രീതിയിൽ ഫ്രൈ പാനിൽ സ്പ്രെഡ് ചെയ്ത് അതേപോലെ തന്നെ പിസ്സ സോസും അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫും ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ മോസറല്ല ചീസ് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ക്യാപ്സിക്കം ഒരു വട്ടത്തിനരിഞ്ഞ ക്യാപ്സിക്കവും സവാളയും തക്കാളിയും വെച്ച് ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ വീണ്ടും മോസറല്ല ചീസോ വൈറ്റ് സോസോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ പോലെ കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇനി ഞാൻ വീണ്ടും വേറൊരു തവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വീണ്ടും ഇനി മുട്ട പിസ്സ തയ്യാറാക്കാനായിട്ട് സെയിം സിസ്റ്റം തന്നെയാണ്. മുട്ടയും ഇതേപോലെ മുട്ട വെച്ച് കൊടുക്കാം. ഈ പിസ്സ സോസിൻ്റെ മുകളിൽ മുട്ട ഓരോന്നായിട്ട് പതുക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. അതേപോലെ പിന്നെ ക്യാപ്സിക്കവും സവാളയും തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ ബീഫ് പിസ്സയും റെഡി ആയിട്ടുണ്ട്. ആ ചീസൊക്കെ മെൽറ്റായി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ട പിസ്സയും നല്ല ഭംഗിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 3 പിസ്സയും വളരെ എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട്. ചിക്കനും ബീഫും മുട്ടയും പിസ്സ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് പിസ്സ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമ്മൾ പുറത്ത് പോയി മേടിക്കേണ്ട കാര്യമല്ല. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.